ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അനീഷ്, ശരത്ത്, സാബുമാൻ ഇവരുടെ ടീമാണ് ഈ ഒരു ടാസ്കിൽ നിന്നും ഫസ്റ്റ് ഡേ തന്നെ പുറത്തായിരിക്കുന്നത് കേട്ടോ. പുറത്തായതല്ല, പുറത്താക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറെ പേര് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് പുള്ളിയുടെ മുകളിൽ കയറി ഇരുന്നാണ് ആ ഒരു തൊപ്പി എടുക്കാനായിട്ട് ശ്രമിച്ചതും അത് എടുത്തതും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ തീർച്ചയായും അവരുടെ ടാസ്കിൽ നിന്നും അവരെ ഔട്ട് ആവത്തുള്ളൂ. ഇത് ബിഗ് ബോസ് പറഞ്ഞതും അക്ബറും ഷാനവാസും ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന്റെ കൈ അനീഷ് അടിച്ച് മുറിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് അപ്പാനിയും അക്ബറും തമ്മിൽ ചെറിയ രീതിയിൽ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. അത്ര ഭയങ്കര വഴക്കൊന്നുമല്ല, ഒന്നും രണ്ടും പറഞ്ഞുള്ള ഒരു ചെറിയൊരു വഴക്കാണ്. അനീഷ് ഈ സമയത്തൊക്കെ മെഡിക്കൽ റൂമിലായിരുന്നു. മെഡിക്കൽ റൂമിൽ നിന്ന് വന്നതും പുള്ളി ആ ഒരു ബെഡിലേക്ക് വീഴുന്നുണ്ട്. അവിടെ കിടക്കുമായിരുന്നു ഇത്രയും നേരം വരെ. അങ്ങനെ മൊത്തം ഒരു ടാസ്കിന്റെ പേര് പറഞ്ഞ് ഫുൾ അംഗം വെട്ടായിരുന്നു ലൈവിനകത്ത്. ശരിക്കും അക്ബറും അപ്പാനിയും തമ്മിൽ ഈ രീതിയിൽ ചെറിയൊരു വഴക്കുണ്ടാവുമെന്നും അതേപോലെ തന്നെ ഷാനവാസിന്റെ കൈ അനീഷ് കടിച്ചു മുറിക്കുമെന്നും അതൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല. ആബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഫിസിക്കൽ വയലൻസ് കാണിച്ചിട്ടാണ് അനീഷിന്റെ ടീമിനെ കയ്യിൽ നിന്ന് ആ ഒരു തൊപ്പി അവരെടുത്തത്. ശൈത്യയുടെ, ലക്ഷ്മിയുടെയും രേണുവിന്റെ ഒക്കെ ആ ഒരു ടീം. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് കൂടെ ബിഗ് ബോസിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒറ്റയടിക്ക് അങ്ങോട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എപ്പിസോഡിലെല്ലാം വ്യക്തമായിട്ട് കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒത്തിരി ഫിസിക്കൽ വയലൻസ് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് എല്ലാവരുടെയും ഒരു അപ്രോച്ച് കണ്ടിട്ട് എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.